നിഫ്റ്റി 50-ലുള്ള സ്റ്റോക്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആണോ? ഒരിക്കലുമല്ല. നമ്മൾ വർഷത്തിൽ 2 തവണ ജൂലൈ 31-നും അതേപോലെ തന്നെ ജനുവരി 31-നും ഡാറ്റകൾ പരിശോധിച്ച ശേഷം അതിൽ നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള സ്റ്റോക്കുകളെല്ലാം മാറ്റിയിട്ട് പുതിയ സ്റ്റോക്കുകളിനെ ആഡ് ചെയ്യും. ഇതൊരു ഫ്രീ ഫ്ലോട്ട് ക്യാപിറ്റലൈസേഷൻ, അതായത് ലൈക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്സിൻ്റെ ആ ഒരു ട്രേഡിംഗ് റേഞ്ച് വെച്ചിട്ട്, അതായത് ആ ഒരു ട്രേഡിംഗ് വോളിയം ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു മാറ്റങ്ങൾ വരുത്തുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം ഈ ഒരു വർഷം, അതായത് ജനുവരി 31-ൻ്റെ ഡാറ്റ പ്രകാരം വരാൻ സാധ്യതയുള്ള 2 സ്റ്റോക്സ് എന്ന് പറയുന്നത് ഒന്ന് ജിയോ ഫിനാൻഷ്യൽ സർവീസും രണ്ടാമത് സൊമാറ്റോ ആണ്. അപ്പോൾ നമ്മളിതിൽ പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സൊമാറ്റോ ഒക്കെ റീസെൻ്റ്ലിയാണ് BSEയിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇത് 2 സ്റ്റോക്സും നിഫ്റ്റി 50-യുടെ അംഗങ്ങളായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് മാറാൻ സാധ്യതയുള്ള സ്റ്റോക്കുകൾ എന്ന് പറയുന്നത് BPCL, അതേപോലെ തന്നെ ബ്രിട്ടാനിയ ഇന്ത്യയാണ് റീപ്ലേസ് ചെയ്യുന്ന ഈ സ്റ്റോക്സ്. അതേപോലെ ഇതിൻ്റെ ഇമ്പാക്റ്റ് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് 31-ന് ശേഷമായിരിക്കും വരിക, അതായത് അടുത്ത ഏപ്രിൽ തൊട്ടായിരിക്കും വരിക. അപ്പോൾ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ഒരു ഗുണമേന്മ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ETF-ലൊക്കെ നിഫ്റ്റി 50 ETF-ലൊക്കെ നമ്മളെല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയുള്ള മാർച്ച് കഴിഞ്ഞിട്ടുള്ള, അതായത് ഏപ്രിൽ തൊട്ട് വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഈ പറഞ്ഞ ജിയോ ഫിനാൻഷ്യൽ സർവീസിലേക്കും സൊമാറ്റോയിലേക്കും മൂവ് ചെയ്യും. അതോടുകൂടി ഈ 2 സ്റ്റോക്സിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിൽ വളരെയധികം ഉയരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു റെക്കമെൻഡേഷൻസ് അല്ല, ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അനലൈസിസും കൂടെ നടത്തിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തോളൂ.